മനുഷ്യൻ ഏകനായി ജീവിച്ചപ്പോൾ അവനൊരു ഇണയെ സൃഷ്ടിച്ചു നമ്മൾ കേട്ടിട്ടില്ലേ ബൈബിളിനകത്ത്? ആദവും ഹവ്വയുടെയും കഥ കേട്ടിട്ടില്ലേ? അപ്പം അത് തന്നെയാണ് ദമ്പതിമാരുടെ ഇടയിലും. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ദമ്പതിമാരെ കുറിച്ചാണ്. അതായത് ഒരു 60 വയസ്സിന് മേളിലോട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച്. അതെല്ലാവർക്കും കിട്ടുന്ന യോഗമൊന്നും അല്ല കേട്ടോ. മിക്ക ദമ്പതിമാർക്കും ആ കാലഘട്ടത്തിൽ ഒരാൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരാൾ ഈ ലോകം വിട്ടുപോയി കാണും. ചിലർക്ക് വേർപിരിഞ്ഞ് താമസിക്കുന്നവരുണ്ടായിരിക്കും. ചിലർക്ക് എന്തെങ്കിലും രോഗശയ്യയിൽ കിടക്കണവരായിരിക്കാം. ഇങ്ങനെയൊക്കെ അപൂർവം പേർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യങ്ങളാണ് ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ജീവിതകാലം മുഴുവൻ ഇരിക്കുക എന്നുള്ളത്. അത് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കേണ്ട സമയമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. വാർദ്ധക്യത്തിൽ ഈ ദമ്പതികളുടെ അവസ്ഥ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിത സായാഹ്നത്തിലേക്ക് എത്തി ഇനി അവർ സന്തോഷത്തോടു കൂടി അവർക്ക് ചെയ്യാൻ ഇനി എന്തൊക്കെ ഭൂമിയിൽ മിച്ചമുണ്ട് അതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായത് ആരോഗ്യമുള്ളവർക്ക് കേട്ടോ. അങ്ങനെ ചെയ്ത് ജീവിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കര സന്തോഷമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും പരസ്പര സഹായത്തോടും കൂടി പരസ്പരം എല്ലാം പറഞ്ഞും പണ്ട് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് കിട്ടാത്ത സ്നേഹങ്ങളും ഒക്കെ കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ്. അപ്പോൾ അത് പരമാവധി ഭാര്യ ഭർത്താക്കന്മാർ മുതലാക്കി എടുക്കുക. അതാണ് സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ദമ്പതിമാരോട് എനിക്ക് പറയാനുള്ളത്. ഇത് ഞാൻ എൻ്റെ പ്രായമായ കുറേ കാരണവന്മാരെ ഞാൻ കണ്ട ശേഷം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതാട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഭാര്യയോ ഭർത്താവോ ആണെങ്കിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിയന്ത്രണം ഏർപ്പെടുത്താണ്ടിരിക്കുക. അതായത് ഇപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയി അതൊന്നും കഴിച്ചേക്കരുത് കേട്ടോ, നിങ്ങൾ ഇന്നത് ചെയ്യരുത് കേട്ടോ, അവിടെ കയറരുത് ഇവിടെ കയറരുത്, അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഭർത്താവിനോടാണേലും ഭാര്യയോടാണേലും ചെയ്യാതിരിക്കുക. അവർക്കടെ ബുദ്ധിയിൽ ചിന്തിച്ച് ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുത്തേക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവരുടെ ബുദ്ധിക്ക് ഓർമ്മക്കുറവും അങ്ങനെയുള്ളതൊക്കെ മാറുമെന്നാണ് പറയുന്നത്. അപ്പം അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തേക്കുക. അവർ പോയി കഴിച്ചു എന്ന് ഓർത്തുകൊണ്ട് അവരുടെ ഒരു പരിധി കഴിയുമ്പോൾ അവരുടെ മനസ്സിലേക്കുണ്ട് എനിക്ക് ഷുഗറുണ്ട് അല്ലെങ്കിൽ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് പ്രഷർ ഉണ്ടെന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് വരും. അവരപ്പോൾ അത് ആവശ്യത്തിനുള്ളത് മാത്രമേ കഴിക്കുകയുള്ളൂ. അതേപോലെ ഈ ബസ്സിലൊക്കെ കയറുമ്പോൾ സൂക്ഷിച്ച് കയറണം അങ്ങനെയൊന്നും പറയണ്ട. അവർക്കറിയാം ബസ്സിൽ കയറുമ്പോൾ സൂക്ഷിച്ച് കയറണമെന്നും അറിയാം. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് പതുക്കെ ഒന്ന് താങ്ങിക്കൊടുത്താൽ മാത്രം മതി. പിന്നെയുള്ളത് എന്നാന്ന് വെച്ചാൽ ചില ഭാര്യ ഭർത്താക്കന്മാർ കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഭാര്യയോടിരുന്ന് ഈ അസുഖങ്ങളുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ. നിനക്ക് ടെൻഷൻ ഉണ്ടോ? ഇന്ന അസുഖം ഇന്നവർക്കുണ്ടായിരുന്നു. ടെൻഷൻ കൂടുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് അങ്ങനെ ഈ ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ പറയാതിരിക്കുക. എന്തെങ്കിലും അസുഖം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട, നമുക്കതില്ലാന്ന് ചിന്തിക്കുക. അപ്പം കുറച്ചൊക്കെ ഇതുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ പല അസുഖങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇരിക്കുക. പിന്നെ ചെയ്യാവുന്ന എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ പോകാൻ പറ്റുമെങ്കിൽ പോവുക. അല്ലെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങി നടക്കുക. ഈ മൊബൈലിലോ അല്ലെങ്കിൽ TV യോ കണ്ടുകൊണ്ട് ഏത് സമയം ഇരിക്കുന്ന സമയത്ത് പുറത്തൊക്കെ ഇറങ്ങി നടക്കും. അങ്ങനെയുള്ള നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ ഓർമ്മശക്തി നിലനിർത്താൻ സഹായിക്കും. അല്ലാണ്ട് TV യോ അല്ലെങ്കിൽ സീരിയലോ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് ബാധിക്കുമെന്നാണ് അറിവുള്ളവർ പറയുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുക. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ പോവുകയോ നല്ല കാഴ്ചകൾ കാണുകയോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുക. പിന്നെ ചില ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, ചില ഭാര്യമാരോട് നല്ല പ്രായത്തിൽ അതായത് അവരുടെ യൗവനകാലത്തിൽ ചെയ്ത വൈരാഗ്യങ്ങളും ദേഷ്യങ്ങളും എല്ലാം തിരിച്ചു കൊടുക്കുന്ന സമയമാണ് ഈ വാർദ്ധക്യം. അങ്ങനെ കുടുംബജീവിതത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരും ഉണ്ട് കേട്ടോ. അതായത് ഭർത്താവ് ഇപ്പം ഭാര്യനെ ശരിക്കും കെയർ ചെയ്തില്ല അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു സ്വാതന്ത്ര്യവും കൊടുക്കാത്ത വീട്ടിലെ ആണെങ്കിൽ ആ ഭാര്യ വാർദ്ധക്യമാകുമ്പോൾ ഈ ഭർത്താവിനോട് വളരെ മോശമായിട്ട് പെരുമാറണം. തിരിച്ച ഭർത്താവിന് വളരെ എന്നാ പറയണേ ഒരു കെയറും കൊടുക്കാത്ത ഭാര്യമാരും ഉണ്ട്. തിരിച്ച് ഭർത്താവ് ഭാര്യയോടും കാണിക്കുന്നുണ്ട് കേട്ടോ. ഭാര്യമാർ വളരെ മോശമായി പെരുമാറുമ്പോൾ അങ്ങനെയും ചെയ്യുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. ഇവർ പ്രായമാകുമ്പോഴാണ് ഇത് വൈരാഗ്യം മുഴുവൻ പുറത്തെടുക്കുന്നത്. അതായത് മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു, മക്കളുടെയൊക്കെ കാര്യങ്ങൾ കഴിയുമ്പം ഇവർ പതുക്കെ ചെറുതായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങുന്ന ഭാര്യ ഭർത്താക്കന്മാരും ഉണ്ട്. അതേപോലെ പിന്നെ പണ്ടത്തെ കാര്യം ഓർത്തോണ്ട് കഴിഞ്ഞു പോയ കാര്യത്തെ ഓർത്തോണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഉള്ള ജീവിതം സന്തോഷം ഇല്ലാണ്ടാക്കി കളയാതിരിക്കുക. കഴിഞ്ഞു പോയത് കഴിഞ്ഞു. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരിപ്പോൾ ഈ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ എത്തി നിൽക്കുക. അപ്പോൾ അത് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. ഇനി അതും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനിയിപ്പോൾ അവർ ഇനിയുള്ള കാലം സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കുക. അല്ലാണ്ട് കഴിഞ്ഞതിനെ ഓർത്തോണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു പ്രയോജനമില്ല. അപ്പം ഇനി സന്തോഷിക്കുക.
പിന്നെയുള്ളതാണ് മക്കളുടെ കേക്ക് ഇരുന്ന് അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ കുറ്റം പറയാതിരിക്കുക. മക്കളും അമ്മയും കൂടെ ഒരു ഗ്രൂപ്പാവുക, അല്ലെങ്കിൽ അച്ഛനും മക്കളും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് അമ്മയോട് എതിര് പറയുക. അതൊരിക്കലും ചെയ്യാതിരിക്കുക. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളോട് ആദ്യമേ വന്നത് നമ്മുടെ ഭാര്യയല്ലേ അല്ലെങ്കിൽ ഭർത്താവല്ലേ, അപ്പം അവരെ നമ്മൾ ചേർത്ത് നിർത്തുക. അവർക്ക് ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുമെന്നേ, എങ്കിലും അതെല്ലാം മറന്നിട്ട് അവരെ നമ്മൾ ചേർത്ത് നിർത്തുക. മക്കളോട് ആദ്യമേ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ പറയരുത്, നീ അച്ഛനെ പറയരുത് അല്ല അമ്മേനെ പറയരുതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. അല്ലാണ്ട് അവരുടെ കൂടെ നിന്ന് നമ്മൾ നമ്മുടെ പാർട്ട്ണറെ കുറ്റപ്പെടുത്താതിരിക്കുക. മക്കളെന്ന് പറയണത് എന്നാന്ന് പറഞ്ഞാൽ അവരവരുടെ കാര്യം നോക്കി പോകും. പിന്നെയും നമ്മുടെ കൂടെയുള്ള ഈ പാർട്ട്ണർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പം അത് ചെയ്യാതിരിക്കുക. പിന്നെ പിശുക്ക് കാണിക്കാതിരിക്കുക. ഈ ജീവിത സായാഹ്നത്തിലെത്തിയാൽ പോലും ചില കാരണവന്മാർ പിന്നെ ലുപ്തിച്ച ഒരു നല്ല ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്ന എത്രയോ കാരണവന്മാരുണ്ടെന്നറിയാവോ. അപ്പം ആ സ്വഭാവം കളയുക. നമുക്ക് ഇനി ഉള്ള കാലം സന്തോഷത്തോടെ ഒരു കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ളത് നല്ല രീതിയിൽ ജീവിക്കാമെന്ന് വിചാരിച്ച് എന്നും പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനല്ല, എങ്കിലും പണ്ട് ജീവിച്ച കാലം നന്നായിട്ട് ബെറ്ററായിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതേപോലെ എന്തെങ്കിലുമൊക്കെ ചില ഭാര്യ ഭർത്താക്കന്മാർ ഉണ്ട്, ഭർത്താവ് പറയുന്നതേ ചെയ്യാവൂ എന്ന് പറയാൻ നിർബന്ധിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. അതായത് അയാൾ വെജിറ്റേറിയൻ ആണെങ്കിൽ ഭാര്യയും വെജിറ്റേറിയൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഭാര്യ വെജിറ്റേറിയൻ ആണെങ്കിൽ ഭർത്താവും വെജിറ്റേറിയൻ ആണ്, ഇങ്ങനെ നിർബന്ധിക്കുക. ആ നിർബന്ധങ്ങൾ ഒഴിവാക്കുക. ഭാര്യയ്ക്ക് ഇപ്പം നോൺ വെജ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കത് വാങ്ങിച്ചോളൂ, ഭർത്താവ് വെജിറ്റേറിയൻ ആയിക്കൊള്ളുക. അല്ലാണ്ട് നിർബന്ധിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുക. പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാൻ, എപ്പോഴും നല്ല അടുക്കും ചിട്ടയോടും കൂടി ഇരിക്കുക. എപ്പോഴും ഇങ്ങനെ വലിച്ചു വാരിയിട്ട പണ്ടത്തെ ആരോഗ്യസ്ഥിതി അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പം എല്ലാം ഇങ്ങനെ വലിച്ചു വാരിയിടാണ്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അത് അടുക്കി പെറുക്കിയൊക്കെ വെച്ച് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചൊക്കെ ഒതുക്കി പെറുക്കിയൊക്കെ വെച്ച് രണ്ടുപേരും കൂടെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇനിയുള്ള കാര്യം ഏതെല്ലാം രീതിയിൽ നമുക്ക് സന്തോഷം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് എന്നാന്ന് പറയുന്നത്, നമ്മുടെ മക്കളെയും ഒക്കെ കണ്ടല്ലോ, ഇനി ഇപ്പം അവരുടെ സന്തോഷങ്ങളിലും ഒക്കെ പങ്കുചേരാമെന്നോർത്തുകൊണ്ടൊക്കെ അതിനുള്ള സന്തോഷങ്ങൾ കണ്ടെത്തുക. നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും എക്സസൈസുകളൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ഒന്ന് ജീവിച്ചു നോക്കിയാൽ സന്തോഷമായിരിക്കും. ഈ പിശുക്ക് കാണിക്കുന്ന കാരണവന്മാർക്ക് എന്നാന്നറിയാം, അവർ പിശുക്ക് കാണിച്ചാണ് അവർ മക്കളെ വളർത്തിയൊക്കെ നല്ല നിലയിൽ എത്തിച്ച് ശരിയായിരിക്കാം. പക്ഷെ പിന്നീട് ഇനിയുള്ള കാലവും കൂടെ ഇങ്ങനെ പിശുക്ക് ജീവിച്ചിട്ടുണ്ട് അവരെന്താണ് ജീവിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ജീവിതം ഉണ്ടാവുമോ? അതുകൊണ്ട് പരമാവധി പിശുക്കൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ജീവിക്കണം. നമ്മൾ രണ്ടുപേരും കൂടി ഇനി സന്തോഷത്തോടെ ജീവിക്കണം എന്ന് വിചാരിക്കുക. എനിക്കറിയാവുന്ന ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട് കേട്ടോ. നല്ല പ്രായം, 80 വയസ്സ് 85 വയസ്സായി. രണ്ടുപേരും 2 റൂമിലാണ് കിടക്കണം. ഒന്നാമത് അതായത് ഭാര്യ ഭർത്താവിന് ഭക്ഷണം വിളമ്പി മേശപ്പുറത്ത് വെച്ചിട്ട് ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയുള്ളൂ, ഗുളിക എടുത്തു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പറയുള്ളൂ. അവർ തമ്മിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത ഒരു ഫാമിലി. അങ്ങനെയൊക്കെ ഈ വയസ്സനാം കാലത്ത് ഇത്രയും പ്രായമായ ശേഷം ജീവിച്ചിട്ടും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ഇനി ക്ഷമിക്കുക. നമുക്കിഷ്ടമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഭർത്താവ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ല ഭാര്യ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതൊക്കെ നമ്മൾ പൊറുക്കുകയും മറക്കുകയും ചെയ്തിട്ട് ഇനി ജീവിതത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ സന്തോഷിച്ച് ജീവിക്കാമെന്ന് വയ്ക്കുക. നമ്മളെ ദൈവം കൂട്ടിയോജിപ്പിച്ചാന്ന് വിചാരിക്കുക, അല്ലാണ്ട് മനുഷ്യർ കൂട്ടിയോജിപ്പിച്ചാന്ന് വിചാരിക്കണ്ട. അപ്പം ആ ഉള്ള കാലം, ആ സായങ്കാലം ഭയങ്കര സന്തോഷത്തോടെ ജീവിക്കാൻ പരമാവധി ശ്രമിച്ചു നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു എന്നാ പറയണത്, വാർദ്ധക്യം എന്ന് പറയണത് അത്ര ദുരിതമൊന്നും ഉണ്ടാവില്ലാന്നേ. ഇങ്ങനെയൊക്കെ ഒന്ന് ജീവിക്കാൻ ശ്രമിക്കുക. ഓക്കെ.